ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു സർഫസ് എങ്ങനെയാണ് കമ്പാരിസൺ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഓൾറെഡി ഈ ഒരു എക്സിസ്റ്റിംഗ് ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഒരു സർഫസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും പോണ്ടും തമ്മിലാണ് നമ്മൾ ഇന്ന് കമ്പാരിസൺ നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ പോണ്ടിന് വേണ്ടിയിട്ട് സർഫസ് വേറെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം അത് ചെയ്യാം. സർഫസിൽ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് സർഫസ് സെലക്ട് ചെയ്തു. ടിൻ സർഫസ് തന്നെയാണ്. സർഫസിന്റെ പേര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഫോണ്ട് എന്ന് നെയിം കൊടുത്തു, ഓക്കെ ക്ലിക്ക് ചെയ്തു. ഫോണ്ട് എന്ന് നെയിം കൊടുത്തിട്ടുണ്ട്. ഈ സർഫസിൽ തന്നെ ഫോണ്ടിന്റെ സർഫസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ഡെഫിനിഷനിൽ പോയിട്ട് എന്ത് ചെയ്യാം, ഇവിടേക്ക് ഈ പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഡെഫിനിഷൻ എടുത്തു, പോയിന്റ് ഗ്രൂപ്പ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആഡ് ക്ലിക്ക് ചെയ്ത് ഫോണ്ട് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്തു. അപ്പൊ പോണ്ടിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സർഫസ് കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സർഫസ് ഉണ്ട്, പോണ്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത സർഫസ് ഉണ്ട്. ഇനി ഈ രണ്ട് സർഫസും തമ്മിൽ ഒരു കമ്പാരിസൺ ആണ് നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സർഫസിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഈ ഒരു വോളിയം ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ വോളിയം ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സർഫസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ക്രിയേറ്റ് ന്യൂ വോളിയം സർഫസ് എന്നാണ്. നമ്മളിപ്പോ നോർമൽ സർഫസ് ആണല്ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ വോളിയം സർഫസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കണ്ടു, ടിൻ വോളിയം സർഫസ് ആണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് എന്ത് ചെയ്യാം, ഇതിനൊരു നെയിം കൊടുക്കാം. ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന നെയിം ഫോണ്ടും എക്സിസ്റ്റിംഗ് ഗ്രൗണ്ടും തമ്മിലാണല്ലോ. അപ്പൊ ഇവിടെ നെയിം അതേപോലെ തന്നെ കൊടുക്കാം. ഫോൺ വേഴ്സസ് എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് എന്നുള്ള നെയിം ആഡ് ചെയ്ത് കൊടുത്തു. നെയിം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ബേസ് സർഫസ് ഏതാണ് വേണ്ടത്. ഈ ബേസ് സർഫസ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ബേസ് ഫോണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ബേസ് ഫോണ്ട് ആഡ് ചെയ്ത് കൊടുത്തു. കമ്പയർ ചെയ്യേണ്ടത് എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ആയിട്ടാണ്. അപ്പൊ ഇവിടെ കമ്പാരിസൺ സർഫസ് ഇതില് എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു കമ്പാരിസൺ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതിനെ എക്സ്പോർട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ റിപ്പോർട്ടായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു കട്ട് ആൻഡ് ഫില്ല് ഇതുപോലെ റിപ്പോർട്ടായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ വരുന്നത് നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങിന്റെ സൈഡിലായിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് കട്ട് ഓർ ഫിൽ സമ്മറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിൽ ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോ സർഫസ് ക്രിയേറ്റ് ചെയ്തത്